വേറെ ഭക്തജനങ്ങൾ എന്തെങ്കിലും അനുഭവങ്ങൾ വന്ന് പറഞ്ഞ എന്തെങ്കിലും പറയാം ഓർമ്മയിൽ അനുഭവങ്ങൾ തന്നെയാണ് ഒന്ന് ഈ സന്താനലബ്ധിയുടെ കാര്യം തന്നെയാണ്. ഒത്തിരി പേര് അനുഭവ സാക്ഷികളായിട്ടുണ്ട്. അവർ തന്നെ ഇവിടെ വന്നിട്ട് ഒരു ദൂരത്ത് നിന്ന് വന്നിട്ട് ചെയ്തവരുണ്ട്. പൂജ ചെയ്തിട്ട് അവർക്ക് സന്താനലബ്ധി ഉണ്ടായിട്ട് ഇവിടെ വന്ന് നിർമ്മാല മറ്റു വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മലക്കോന്ന് എത്രാമത്തെ പൈസ? 19 കൊല്ലമായിപ്പോയി. 19 കൊല്ലമായോ? അതെയാ? എന്നാ പറയാനില്ലേ? മലക്കോയി എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഓർമ്മയില്ല? ഓർമ്മയിലുണ്ട്. കരിമാനോട് മല ചവിട്ടിയിട്ട് പോയി 5-8 വർഷം. കരിമല ചവിട്ടിനാ? അതെയാ? ആദ്യമെല്ലാം പോകുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ക്ഷേത്ര ചിട്ടകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഏതൊരു ഭക്തനും, അത് ജാതി മത വർണ്ണ വിവേചനമൊന്നുമില്ല, ഏതൊരു ഭക്തനും ക്ഷേത്ര മര്യാദകൾ പാലിച്ചുകൊണ്ട് ഭഗവത് നടത്താമെന്നുള്ളതാണ്. അത് പുതിയൊരു അറിവാണ്. ചുറ്റമ്പലത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റുമോ? ആ, അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ നേരത്തെ പറഞ്ഞില്ല, സ്വർണ്ണപ്രശ്നത്തിൽ പണി തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ചൊരു വരുമാന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ സമീപത്തിലൊരു വിദേശത്ത് വന്നൊരു മുസ്ലിം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് ആദ്യം ഒരു സമ്പാദിച്ചിട്ട് പൈസ വന്നത്. അപ്പോൾ പ്രതിഷ്ഠയുടെ സമയത്ത് അന്ന് ക്ഷേത്ര കമ്മിറ്റി തന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒരുപാട് സഹായങ്ങൾ പല ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരഥവാ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് അവർക്ക് പ്രവേശനം കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്ത്രി പറഞ്ഞത് നമ്മൾ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഇന്ന വിഭാഗക്കാർക്കെന്നുള്ളതല്ല, നമ്മൾ സാധാരണ ഈ പ്രാർത്ഥന പറയുമ്പോൾ സ്വസ്തി പ്രജാഭ്യാം പരിപാലയം തന്നയേന മാർഗേണ മഹിമയേശ ഗോ ബ്രാഹ്മണേഭ്യശുഭമുസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പോലെ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കൊന്നുമില്ല, അതിൻ്റെ ജാതി വ്യവസ്ഥകളൊന്നുമില്ല. പക്ഷേ ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഏതൊരു ഭക്തനും ക്ഷേത്ര പ്രവേശനം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കമ്മിറ്റി ചോദിച്ചതുകൊണ്ട് എനിക്കൊരു സന്തോഷമേ ഉള്ളൂ, അങ്ങനെ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാമി ശരണം. ചങ്ങായിമാരെ, മണ്ഡലമാസത്തെ അമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ദർശനം നടത്താൻ പോകുന്ന അമ്പലം താറ്റിയോട് അമ്പലമാണ്. താറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രം. താറ്റിയോട് അമ്പലത്തില് അമ്മ പോയിട്ടുണ്ടോ? അമ്മ എവിടെയും പോയിട്ടില്ല. ഇത് ശരിക്കൊരു ഭാഗ്യം കൂടിയാണ്. എല്ലാ അമ്പലങ്ങളിലും പോവാത്ത അമ്പലങ്ങൾ നമ്മുടെ പരിസരത്തുള്ള പ്രദേശങ്ങളിലുള്ള അമ്പലമാണ് ഇതല്ലോ, ചുറ്റുപാടുള്ള വീടിന്. ഇനിയും ഉണ്ട് കുറച്ച് അമ്പലങ്ങൾ, അവിടെയൊക്കെ പോകണം. അതൊക്കെ വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടെല്ലാം നമ്മളെ കൂടെ വേണം. നമുക്കെന്തും പറയണ്ട, ഒന്നും അറിയില്ലല്ലേ അതിനെ പറ്റിയിട്ടൊന്നും. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് അമ്പലത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ക്ഷേത്രത്തിന്റെ കുളം പറയാം.
സ്വാമി ശരണം. അയ്യപ്പ സ്വാമീൻ്റെ വീട് എവിടെയാ? എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാ? എല്ലാ ദിവസവും വരുന്നുണ്ട്? ആ, അതെയാ? എത്ര വയസ്സാ? ആദ്യത്തെ മലക്കോന്ന് എത്രാമത്തെ പൈസ? 19 കൊല്ലമായിപ്പോയി. 19 കൊല്ലായാ? അതെയാ? എന്നാ പറയാനില്ലേ? മലക്കോയി എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഓർമ്മയില്ല? ഓർമ്മയിലുണ്ട്. കരിമാനോട് മല ചവിട്ടിയിട്ട് പോയി 5-8 വർഷം. കരിമല ചവിട്ടിനാ? അതെയാ? ആദ്യമെല്ലാം പോകുമ്പോൾ എന്നാ പിന്നെ പോകാണ്ടിരിക്കാൻ തോന്നുന്നില്ല. ആ സമയമാകുമ്പോൾ ഒരു അയ്യപ്പൻ്റെ വിളി വരും അല്ലേ? അയ്യപ്പൻ്റെ ശരണം വിളിയും എല്ലാം കേൾക്കുമ്പോൾ പിന്നെ അങ്ങനെ കുറേ വർഷം പോയി. ഇനിയും സാധിക്കുമ്പോൾ പോകും. അത്ര. സ്വാമിക്ക് എത്ര വയസ്സായി? എനിക്ക് 72 വയസ്സായി. അതെയാ? എന്നിട്ട് നീലിമല ചവിട്ടുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായില്ല ഇപ്പോൾ? ആദ്യമൊന്നും ഒന്നുമില്ലേ. നമ്മൾ അന്നേരമെല്ലാം കുറച്ച് ആരോഗ്യമുണ്ടല്ലോ. നമ്മൾ ഇവിടുന്ന് പണ്ടേ ഒരു 5, 6, 7 വർഷം പോയി അങ്ങനെ. അതെയാ? ഈ കരിമല വെട്ടിയിട്ട് എന്നാ ആദ്യത്തെ അനുഭവം? ആദ്യമായിട്ട് കരിമല വെട്ടുമ്പോൾ ഒന്നിനും ഓർമ്മയുണ്ടോ? ഓർമ്മയെല്ലാം ഉണ്ട്. അതെയാ? അന്നെല്ലാം ആനി ഇറങ്ങലും മറ്റേ അതെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത്. പക്ഷേ നമ്മൾ മുട്ടശാരണം വിളിക്കുമ്പോൾ പിന്നെ അതെല്ലാം നീങ്ങിപ്പോക്കാം. അന്നേരം വല്ലതും കാടയാണ്. നമസ്കാരം. നമസ്കാരം. ഇന്ന് ഇത്താറ്റോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി അല്ലേ? എന്താണ് പേര്? പേര് കൃഷ്ണപ്രസാദ് നമ്പൂതിരിയാണ്. എവിടെയാണ് നാട്? ഇവിടെ തന്നെയാണ്? സ്വന്തം സ്ഥലം പയ്യന്നൂർ കൂറം എന്ന് പറയും. ഇപ്പോൾ ഇവിടെ തുടക്കം മുതൽ ഞാൻ തന്നെയാണ് മേൽശാന്തി. തുടക്കം മുതലേ അങ്ങനെ? അതെ, 20 വർഷമായി. 24ാമത്തെ വർഷമാണ് ഇപ്പോൾ. ഈ അമ്പലത്തിനെ പറ്റിയിട്ട് ഒരു 2 വാക്ക് സംസാരിക്കാൻ പറ്റുമോ? അത്രയും തിരക്കായതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത് അങ്ങോട്ട്. അത് ക്ഷേത്രം 2004 പ്രതിഷ്ഠ കഴിഞ്ഞത്. 2000 അത് ബാലാലയ പ്രതിഷ്ഠ മണിക്കിണറിൽ നിന്നാണ് വിഗ്രഹം കണ്ടെടുത്തത്. പിന്നെ 2004 പ്രതിഷ്ഠയായിട്ട് കഴിച്ചു. 2 നേരം നട തുറക്കും. രാവിലെ 5:30 മുതൽ 10:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെയാണ് ക്ഷേത്ര ദർശന സമയം. തന്ത്രിവീര്യൻ തെക്കിനെടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി ഫാദറാണ്. അദ്ദേഹം ആണ് മാസത്തിൽ വന്നിട്ട് പൂജ ചെയ്യുന്ന ഒരു ദിവസം. അത് നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ്. അതായത് പരശുരാമൻ നേരിട്ട് 2 കുടുംബാംഗങ്ങൾക്കാണ് തന്ത്രിസ്ഥാനം കൊടുത്തിട്ടുള്ളത്. ഒന്ന് തരണനല്ലൂരും ഒന്ന് താഴ്മൺ കുടുംബത്തിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തരണനല്ലൂർ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹവും ഇതൊക്കെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് ഭക്തനും അനുഭവത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. 2004 പ്രതിഷ്ഠ കഴിഞ്ഞ് പിന്നെ ഏത് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും ഉപദേശത്തിനായാലും ഒക്കെ ആയിട്ട് കൂടെ നിൽക്കാൻ എപ്പോഴും തന്ത്രിവീരൻ ഉണ്ടാവാറുണ്ട്. അതും ഒരു വലിയൊരു മഹാഭാഗ്യം, അനുഗ്രഹമാണ്. പിന്നെ 2016 കൊടിമരം ധ്വജപ്രതിഷ്ഠ, പിന്നെ നവീകരണ കലശം. ഒരു വ്യാഴവട്ടക്കാലാണ് നമ്മൾ നവീകരണ കലശത്തിന് പറയുന്നത്. അത് യഥാവിധി ചെയ്യാൻ നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ മാസവും ക്ഷേത്രത്തിൽ തന്ത്രിവീരൻ്റെ കാർമ്മികത്വത്തിൽ പൂജ പതിവുണ്ട്. പിന്നെ എല്ലാ മലയാള മാസം 1-ാം തീയതി
മഹാപൂജ, വലിയവട്ടണം പാൽപ്പായസത്തോടുകൂടിയുള്ള നിവേദ്യം, പിന്നെ ഓണം, വിഷു, നവരാത്രി എന്നീ വിശേഷ ദിവസങ്ങൾ, അതുപോലെ എല്ലാ കന്നിമാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ സപ്താഹയജ്ഞം, പിന്നെ ഈ മണ്ഡലമാസം സ്വാമിമാരുടെ നേതൃത്വത്തിൽ ഭജന ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ മറ്റ് ഭഗവാന് അതായത് പ്രധാനപ്പെട്ട നിവേദന പാൽപ്പായസമാണ് മഹാവിഷ്ണുവിന് പ്രാധാന്യം. പിന്നെ ഇവിടെ കംസനെ കൊന്ന അതായത് വധിച്ച കൃഷ്ണൻ എന്നുള്ളൊരു ഇതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ ഒരു രൂപമായിട്ടാണ് നമ്മൾ പക്ഷേ മഹാവിഷ്ണു ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ സന്താനഗോപാല പൂജ, അതായത് സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് അത് വളരെയധികം പേർക്ക് അത് അനുഭവ യോഗ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് സന്താനമില്ലാതെ വർഷങ്ങളായിട്ട് ഇവിടെ സന്താന പൂജ ചെയ്തിട്ട് അവർക്ക് സന്താനലബ്ധി ഉണ്ടായിട്ട് പിന്നീട് വന്ന് വഴിപാടുകളൊക്കെ ചെയ്ത് നിരവധി ഭക്തന്മാരുണ്ട്. അതുപോലെ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് രാജഗോപാല പൂജ, പിന്നെ ശത്രുബാധ ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടി സുദർശന ഹോമം, പിന്നെ ആരോഗ്യ സഖ്യത്തിന് വേണ്ടി മഹാമൃത്യുഞ്ജയ ഹോമം, ഇതൊക്കെ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വിശേഷ വഴിപാടായിട്ട് ചെയ്തു വരുന്നുണ്ട്. വേറെ ഭക്തജനങ്ങൾ എന്തെങ്കിലും അനുഭവങ്ങൾ വന്ന് പറഞ്ഞ എന്തെങ്കിലും പറയാം, ഓർമ്മയിലെന്തെങ്കിലും? അനുഭവങ്ങൾ തന്നെയാണ് ഒന്ന് ഈ സന്താനലബ്ധിയുടെ കാര്യം തന്നെയാണ്. ഒത്തിരി പേര് അനുഭവ സാക്ഷികളായിട്ടുണ്ട്. അവരെന്നെ ഇവിടെ വന്നിട്ട് അത് ദൂരത്ത് നിന്ന് വന്നിട്ട് ചെയ്തവരുണ്ട്. പൂജ ചെയ്തിട്ട് അവർക്ക് സന്താനലബ്ധി ഉണ്ടായിട്ട് ഇവിടെ വന്ന് നിർമ്മാല മറ്റു വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാന് താമരമാല, അതുപോലെ കദളിപ്പഴം, മഞ്ഞപ്പെട്ട് ഇത് സമർപ്പിക്കുന്ന ഉത്തമമാണ്. 25 താമര കൊണ്ടുള്ള മാല, പിന്നെ അതുപോലെ 12 കദളിപ്പഴം, ഒരു മഞ്ഞപ്പെട്ട് ഇത് സമർപ്പിക്കുന്നത് ഏത് കാര്യസാധ്യത്തിനും വളരെ ഉത്തമമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ തിരക്കിനടുക്ക് അങ്ങനെ ഒന്ന് സംസാരിച്ചതിന് നമ്മളെ ഭാഗത്തു നിന്ന് ഒരുപാട് സന്തോഷം, സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായും ഭഗവാനെ പൂജിക്കാൻ പറ്റുന്ന തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഈ 20 വർഷം ദേവനെ പൂജിക്കാൻ പറ്റിയ തന്നെ അത് പിതൃക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം, ഭക്തന്മാരുടെയും ഒക്കെ അനുഗ്രഹം, ഇത് പ്രാർത്ഥനയും അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഉള്ളത് പറയാൻ ഇത് പലരും വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കടക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി അതുണ്ട്, കടക്കണ്ട ഇവിടെ ശരിക്കും വരുമ്പോൾ തന്നെ അവർ അനുഭവപ്പെട്ടു ശരിക്കും. അപ്പോൾ അത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അതായത് ഗുരുവായൂർ പോയ ഒരു പ്രതീതി ഞാൻ അങ്ങനെ കയറി വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി. അത് വെറുതെ പറയുന്നില്ല, മാലയിട്ടിട്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് അതും ഒത്തിരി പേര് അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യുന്ന കർമ്മത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, അതായത് ഭഗവാന്റെ അനുഗ്രഹം. കാരണം ഒരു ഭക്തന് അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ അതായത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതൊക്കെ കേൾക്കാൻ കഴിഞ്ഞ തന്നെ മഹാഭാഗ്യം. ഞാനും അമ്മയും കൂടിയാണ് വന്നത്. അപ്പോൾ അമ്മയും ഇതുപോലെ തന്നെ പറഞ്ഞു, അവർ ഐശ്വര്യം എന്തോ ഒരു ഇത് ഇവിടെ എത്തുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായും സന്തോഷം. എല്ലാവർക്കും ആ ഐശ്വര്യം പിന്നെ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഭഗവാന്റെ പാദങ്ങൾ തൊട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം. എന്താ നിങ്ങളെ പേര്? സുജിത്ത്. ഈ അമ്പലത്തിൻ്റെ ആരായിട്ടാണ്? അമ്പലത്തിൽ ഇപ്പോൾ ഇവിടെ കൗണ്ടറിൽ സ്റ്റാഫാണ്, പിന്നെ മെമ്പറുമാണ്. ഈ താറ്റോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും പുരാണ കഥകളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? പുരാണ കഥ എന്ന് പറഞ്ഞാൽ അമ്പലം 2002 ഉണ്ടായത്. പുനഃപ്രതിഷ്ഠയാണ്. അതിനു മുമ്പ് ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിൻ്റെ സ്ഥലമായിരുന്നു. നോക്കുമ്പോൾ ഈ ചുറ്റുവട്ടത്തും കുറച്ച് അപമൃത്യു അങ്ങനെയെല്ലാം ഉണ്ടാകാൻ തുടങ്ങി. അന്നേരം പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം, ആദ്യം ഒരു ചെറിയൊരു കുളത്തിൻ്റെ ഒരു ചെറിയ കുഴി പോലെ ഉണ്ടായിരുന്നു. അതിലെപ്പോൾ മെയ് മാസമെല്ലാം വെള്ളം ഉണ്ടായിരുന്നു. അന്നേരം ഇത് പ്രശ്നം വെച്ച് നോക്കിയാലും പറഞ്ഞ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾക്കാരെല്ലാം നമ്മുടെ നാട്ടുകാരെല്ലാം കൂടിയിട്ട് കംപ്ലീറ്റ് കുഴിച്ച് പരതാൻ തുടങ്ങി. അന്നേരം ഒന്നും കിട്ടിയില്ല. പിന്നീട് ഇവിടെ അടുത്തൊരു സ്വാമി ഉണ്ടായിരുന്നു, പ്രകാശ് സ്വാമി എന്നാണ്. അയാൾ പറഞ്ഞ് അവിടെ ഒരു കാഞ്ഞിരം ഉണ്ടാവും, അതിൻ്റെ അടുക്കാൻ നോക്കി നോക്കുന്ന. അങ്ങനെ ഒരു 30 മീറ്റർ ആയത്തിൽ നമ്മൾ കുഴിച്ച് നോക്കുമ്പോൾ ഒരു മണിക്കുണ്ടർ കണ്ട് മണ്ണിട്ട് മൂടിയാണ്.
അതിന് മണ്ണെല്ലാം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ 4 കൈയും ഇതുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം കിട്ടി. കഴുത്ത് മുറിച്ച നിലയിലാണ്. ടിപ്പു സുൽത്താൻ വന്നിട്ട് നശിപ്പിച്ചാന്ന് പറയപ്പെടുന്നത്. ശരണം ശരണയ്യപ്പ. എന്താണ് പേര്? അജയ് കുമാർ. ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വീട്? അതെ അതെ. അമ്പലത്തിൻ്റെ ആദ്യകാലത്ത് ഇവിടെ മണിക്കിണറും വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ആ സമയത്ത് താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു? തീർച്ചയായും ഉണ്ടായിരുന്നുണ്ട്. ഇവിടെ നാട്ടുകാരനായിരുന്നു. ജനിച്ച് വളർന്നവരെ ഇവിടെ തന്നെയാണ്. ഇത് സാധാരണ ഒരു കാട് കൂടി സാധാരണ ഒരു പറമ്പ് പോലെയായിരുന്നു. ഇപ്പം ഇതിൻ്റെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് വെച്ചാൽ ഒരു നമ്മൾ ഒരു സർക്കിൾ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ആലോചിച്ച് നോക്കാൻ പറ്റും. ഒരു ചുറ്റുവട്ടത്തിൽ ആദ്യത്തെ ഫസ്റ്റ് സർക്കിളിലെ വീടുകളിലെ ഗൃഹനാഥന്മാർ, അതായത് ഗൃഹനാഥന്മാർ മരണപ്പെടുന്നതിന് മുന്നേ ശിവകത്തെല്ലാം മിക്ക വീടുകളിലും ഈ നാൽക്കാലികൾ, പശുക്കളെ വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റുവട്ട വീടുകളിലും ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ വീടുകളിലായിട്ട് ഇല്ലായ്മയായി. പശുക്കളായാലും അതായത് തുടർച്ചയില്ലാത്തൊരവസ്ഥ, പോറ്റുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട് നല്ല ഒന്നൊക്കെ പക്ഷേ ചത്തുപോലെ. അതെ അതെ, അകാല വൃത്തികൾ, പിന്നെ ഒരു നന്നാവാത്ത രീതിയിൽ. പിന്നെ അത് സ്വാഭാവികമായിട്ട് വളരെ പുരാണങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബാധിക്കേണ്ട അവസ്ഥകൾ നമ്മളെ വീടുകളിൽ നാൽക്കാലികൾ അങ്ങനെയുള്ള അവരെയാണ് ആദ്യം ബാധിക്കാന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലാണെന്ന് തോന്നുന്നു. അക്കാലത്ത് ഇങ്ങനെ ചുറ്റുവട്ടത്തുള്ള മൃഗങ്ങൾ, പശുക്കൾ ഇതെല്ലാം നശിക്കാൻ തുടങ്ങി. അതിന് ശേഷം പിന്നെയാണ് ഈ ആൾക്കാർ ഗൃഹനാഥന്മാരുടെ ഇതായിട്ട് തോന്നിയത്. അപ്പോൾ ഒന്നാമത്തെ സർക്കിളിൽ കാണുന്ന വീടുകളിലൊന്നും ആൾക്കാരില്ല. മരണം സ്വാഭാവികമാണെങ്കിലും പക്ഷെ നമ്മളൊരു പുരുഷായുസ്ഥലം പറയുന്ന അവർ ഒരു കൃത്യമായ രീതിയിൽ അല്ലാത്ത രീതിയിലൊരു മരണം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ അസുഖം വരും, അല്ലെങ്കിൽ ദുർമരണം, അങ്ങനെ പല രീതിയിലുള്ള അവസ്ഥകൾ വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ മരണാനന്തര കർമ്മങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അവരോട് എല്ലാവരോടും പറയാറുണ്ട്, ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ ഒരു മുഷിച്ചലുണ്ട്, ഇങ്ങനെയാണെന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ ആരും ഒന്നും അതിനെപ്പറ്റി ഗവനിച്ചില്ല. കാരണം ഒരു അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചിലവുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ സർക്കിളിലും ഇതുപോലെ തന്നെ ബാധിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ സർക്കിൾ പോയ സമയത്ത് ഇതിൻ്റെ അടുത്തൊരു നമ്മളൊരു നാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെട്ടിരുന്നു. അപ്പോൾ അവർ മരണപ്പെട്ടപ്പോൾ അവരെ മക്കളും ഇവരിലിങ്ങനെ മരണാന്തര കർമ്മങ്ങൾ നോക്കിയ സമയത്തും പറഞ്ഞിങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഒരിതുണ്ട്, പക്ഷേ ക്ഷേത്രം ഏതായാലും വരേണ്ടി വരും, എന്തായാലും ആ രീതിയിൽ അതിൻ്റെ ഇത് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ മരണാന്തരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ചുറ്റോട്ട് ആൾക്കാരെല്ലാം കൂട്ടി ഒരു മീറ്റിംഗ് കൂടിയിട്ട് അങ്ങനെ ഉണ്ട്, നമുക്ക് അതിനെ പറ്റി ആലോചിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് പൂവത്തൂരുള്ള പരമേശ്വരം നമ്പൂതിരിനെ പോയി കണ്ടു. അപ്പോൾ അവർ രാശിവെച്ചപ്പോൾ പറഞ്ഞു അവിടെ ദൈവചൈതന്യമുണ്ട്, മണ്ണിനടിയിൽ കിണറിൽ വിഗ്രഹം കാണുന്നുണ്ട്, വിഷ്ണുവിൻ്റെ സാന്നിധ്യമാണ് കാണുന്നത്, ക്ഷേത്രമായിട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണ്ടെങ്കിൽ ഒരു അവിടെ പ്രദേശത്ത് വെച്ചിട്ട് സ്വർണ്ണപ്രശ്നം നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷേത്ര കുളത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ വെച്ചിട്ട് ആദ്യമായി പ്രശ്നം നടത്തിയത്. അപ്പോൾ അന്നേരം അതിനെപ്പറ്റി കൂടുതലായിട്ട് തന്നെ തീരുമാനമായി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ സ്ഥലം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്, അവരെയൊക്കെ സമീപിച്ച് അവർക്ക് പറഞ്ഞു ക്ഷേത്രത്തിന് ആവശ്യമുള്ള സ്ഥലം വിട്ടതിൽ ബുദ്ധിമുട്ടില്ല, അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഇവിടെ തന്നെ വെച്ചൊരു സ്വർണ്ണ പ്രശ്നം ഈ പരമേശ്വരൻ നമ്പൂതിരിയും പിന്നെ ബക്കളൻ രവീന്ദ്രൻ കൂടി ചേർന്ന് നടത്തി തന്നു. അപ്പോൾ അന്നാണ് പറഞ്ഞത് ആ സ്വർണ്ണ പ്രശ്നം നടക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ആദ്യത്തെ രാശി വെച്ചതിന് ശേഷം ഇങ്ങനെ മണിക്കിണറിൽ ഇങ്ങനെ വിഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്, ക്ഷേത്രാവശിഷ്ടങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചുറ്റുവട്ടത്തെ ചെറുപ്പക്കാർ ആൾക്കാരും ചേർന്ന് മണ്ണ് നീക്കാൻ തുടങ്ങി. കാരണം പലപ്പോഴും ഇവിടെ വീടിൻ്റെ ആവശ്യത്തിന് മറ്റുള്ള മണ്ണ് നീക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ലക്ഷണങ്ങൾ വെച്ചിട്ട് അവർ മണ്ണ് നീക്കാൻ തുടങ്ങി. അപ്പോൾ പലപ്പോഴും നീക്കുന്ന സമയത്ത് അതിൻ്റെ മണിക്കിണറിൻ്റെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു മുഴപ്പാലം പറഞ്ഞ സ്ഥലത്തൊരു സിദ്ധനുണ്ടായിരുന്നു, പ്രകാശ് എന്നിട്ടൊരു സ്വാമി. അപ്പോൾ അവരോടൊക്കെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ ഒരു മരത്തിൻ്റെ കുറ്റിയിട്ട് കാഞ്ഞിര മരത്തിൻ്റെ കുറ്റിയുണ്ട്, അതിൻ്റെ ചുവട്ടിലായിട്ട് ഏകദേശം കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നപ്പോൾ ഒരു നമ്മുടെ ഇടവഴീൻ്റെ ഒരു സൈഡിൽ കിളയൻ്റെ മേലെയാണ് ശരിക്കും കാഞ്ഞിര കുറ്റി ഉണ്ടായി. അപ്പോൾ അത് ആ മണ്ണ് അവർ നീക്കി ഏകദേശം ഒരു 3-4 കോല് ആഴത്തിലേക്ക് പോയപ്പോൾ 3-4 കോല് ആഴത്തിലേക്ക് പോയ സമയത്താണ് മണിക്കിണറിൻ്റെ അവശിഷ്ടം കണ്ടത്. പിന്നെ മണ്ണ് കംപ്ലീറ്റ് ആവേശത്തോടു കൂടി മാറ്റി അവസാനം ക്ഷേത്രത്തിൻ്റെ അടിയിൽ നിന്ന് വലിയൊരു ഷീറ്റ് കരിങ്കൽ പാളി അതിൻ്റെ അടിയിലായിട്ട് പൊട്ടിയ വിഗ്രഹത്തിൻ്റെ തല വേർപെട്ട രീതിയിലുള്ള വിഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടി. അതെടുത്ത് പുറത്ത് തൽക്കാലം സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം വീണ്ടും കമ്മിറ്റി കൂടി ക്ഷേത്രത്തിൻ്റെ പുതിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് നിർമ്മാണ കമ്മിറ്റിയെ തീരുമാനിച്ച് അങ്ങനെ തരണനെല്ലൂർ തിരുവേനിയിൽ പോയി കണ്ടു. അവർ തന്ത്രം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ജനുവരി മാസം അത് ബാലാലയ പ്രതിഷ്ഠയായിട്ട് ഇവിടെ നടത്തി. ബാലാലയ പ്രതിഷ്ഠയ്ക്ക് ശേഷം 4-ാമത്തെ വർഷം ഇന്നത്തെ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു പൂർണ്ണ രൂപത്തിൽ തന്നെ 90% എന്നുള്ള രീതിയിൽ കൊടിമരവും മറ്റുള്ള ചില അനുബന്ധങ്ങളില്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിലൊരു പ്രതിഷ്ഠാ മഹോത്സവമായിട്ട് പ്രതിഷ്ഠ നടത്തി.
അപ്പോൾ അതുപോലെ ഇന്ന് വരെയും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ ടിപ്പുവിൻ്റെ കാലത്തുള്ള പടയോട്ട കാലത്തായിരിക്കും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകുന്ന അതിൻ്റെ കാലഘട്ടം വെച്ചിട്ട് കണക്കൂടി പറഞ്ഞത്. അപ്പോൾ അന്ന് ഈ ഭാഗത്തൊക്കെ ബ്രാഹ്മണ മേഖലയായിരുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ അന്ന് പലായനം ചെയ്തിട്ട് പയ്യന്നൂർ, മാതമംഗലം ആ ഭാഗത്തേക്ക്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ പല വീടുകളിലും സ്ഥലങ്ങളെയും പേര് നമ്മുടെ ഇപ്പോൾ കേൾക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ആൾക്കാരാണ്. കൈതപ്പുറം, ഇതിൻ്റെ അടുത്തുള്ള സ്ഥലത്തിൻ്റെ പേരിനെ കൈതപ്പുറം, കാനപ്പുറം, പിന്നെ അതുപോലെ തന്നെ പല പയ്യന്നൂർ ഭാഗത്തിൽ പല നമ്പൂരി കുടുംബത്തിൻ്റെയും അറിയപ്പെടുന്ന പേരുകൾ ഈ ഭാഗത്ത് ഇപ്പോഴും പല ആൾക്കാരുടെ തറവാട്ട് പേരുകളായിട്ടുണ്ട്. ഇവിടുത്തെ ബ്രാഹ്മണന്മാരാണ് പലായനം ചെയ്ത് പയ്യന്നൂർ അംഗഭാഗത്തേക്ക് പോയതാണ് പണ്ട് പറയപ്പെടുന്നത്. അവർ പല ആൾക്കാരും ഇപ്പം പല ഭാഗത്തായിട്ടുണ്ട്. അവർക്ക് താവഴി എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിവുണ്ടോ എന്നറിയില്ല. അപ്പം അന്ന് ഈ ഊരാളന്മാർ തമ്മിലുണ്ടായ തർക്കങ്ങളും പിന്നെ പുറത്തുനിന്നുള്ള ടിപ്പുവിൻ്റെ ആക്രമണം കൂടി വന്നപ്പോൾ ക്ഷേത്രം തകർക്കപ്പെട്ടതാണ്. അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ചരിത്രം. ഇന്നിപ്പോൾ നല്ലൊരു കമ്മിറ്റി നല്ല രീതിയിൽ ക്ഷേത്ര ഉത്സവം കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തുന്നു. അമ്പലത്തിലെ ഉത്സവം എല്ലാ വർഷവും ഒരേ ഡേറ്റ്? എല്ലാ വർഷവും അതെ 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 ഒരേ ഡേറ്റിന് ജനുവരി 14 മുതൽ കൊടിയേറ്റ മഹോത്സവമായിട്ട് വരുന്നു. പിന്നെ എല്ലാ മലയാള മാസം 1-ാം തീയതി പള്ളിവട്ടം പാൽസത്തോടു കൂടി മഹാപൂജയുണ്ട്. പിന്നെ വിജയദശമി, ഓണം, വിഷു, ശിവരാത്രി, അഷ്ടമരോഹിണി ഈ രീതിയിലുള്ള ദിവസങ്ങളിലും വലിയ വട്ടത്തോടു കൂടി. വലിയ പാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ പാൽപ്പായസത്തിനൊരു പ്രത്യേകതയുണ്ട്. വെറും പാലിൽ മാത്രമാണ് പായസം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് പഞ്ചാര പായസം എന്ന് പറയാം. അത്രയും നല്ല കടും മധുരത്തോടുള്ള പായസമാണ്. ഇപ്പം മധുരം കൂടുതലാണെന്ന് ആൾക്കാർ പറഞ്ഞിട്ട് ഇപ്പം തന്നെ മധുരം ലേശം കുറച്ചിട്ടാണുള്ളത്. എന്നാലും നല്ല മധുരം തന്നെയാണ്. അത്രയും മഹത്തായ പാൽപ്പായസം ഇവിടെ നിന്ന് ഇപ്പം ചെയ്യുന്നത്, വലിയ വട്ടം പായസം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഒരു വർഷം ഏകദേശം 15, 12, 10, 18 പൂജയാണ് ഉണ്ടാവുക. പിന്നെ എല്ലാ മാസം 21-ാം തീയതി ഉദയാസ്തമന പൂജ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം തന്ത്രിൻ്റെ നേതൃത്വത്തിലുള്ളൊരു പൂജയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നല്ലൊരു ഐശ്വര്യത്തോടു കൂടിയിട്ട് അമ്പലം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാട്ടുകാരുടെ നല്ലൊരു കമ്മിറ്റി തന്നെയാണ് കാര്യങ്ങളെല്ലാം ഇതുവരെയും മുമ്പോട്ട് കൊണ്ടുപോയത്. നാട്ടിൽ നിന്ന് പുറമെ തന്നെ നല്ല ഒരുപാട് ആൾക്കാർ പുറത്തു തന്നെ ഈ ക്ഷേത്രത്തിലേക്കായിട്ട് നമ്മൾ മറ്റു ക്ഷേത്രങ്ങൾ പോകുന്ന പോലെ തന്നെ ദൂരം വഴിക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രാർത്ഥനയും വഴിപാടുകളായിട്ട് ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ക്ഷേത്ര ചിട്ടകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഏതൊരു ഭക്തനും, അത് ജാതി മത വർണ്ണ വിവേചനമൊന്നുമില്ല, ഏതൊരു ഭക്തനും ക്ഷേത്ര മര്യാദകൾ പാലിച്ചുകൊണ്ട് ഭഗവത്ദർശനം നടത്താമെന്നുള്ളതാണ്. അത് പുതിയൊരു അറിവാണ്. ചുറ്റമ്പലത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റുമോ? അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്വർണ്ണപ്രതിഷ്ഠ പണി തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ചൊരു വരുമാന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുക നമ്മുടെ സമീപത്തിലൊരു വിദേശത്ത് വന്നിട്ട് മുസ്ലിം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് ആദ്യം ഒരു സംഭാവനയായിട്ട് പൈസ വന്നത്. അതൊരു അന്നത്തെ നിമിത്തമായിട്ട് കണക്കൂട്ടിയിട്ടില്ല, സംഭാവനയായിട്ട് കണക്കൂട്ടി. പിന്നെ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അവരല്ലാതെ തന്നെ മറ്റു പല മുസ്ലിം വ്യക്തികൾക്ക് സംഭാവന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ആൾക്കാർ അങ്ങനെ പറഞ്ഞില്ല നമുക്കവിടെ വരാൻ പറ്റുമെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ പ്രതിഷ്ഠയുടെ സമയത്ത് അന്ന് ക്ഷേത്ര കമ്മിറ്റി തന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ പല ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ അഥവാ വരികയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നതിന് അവർക്ക് പ്രവേശനം കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്ത്രി പറഞ്ഞത് നമ്മൾ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഇന്ന വിഭാഗക്കാർക്കെന്നുള്ളതല്ല, നമ്മൾ സാധാരണ ഈ പ്രാർത്ഥനാപരമായ സ്വസ്തി പ്രജാഭ്യാം പരിപാലയം തന്നെ ഏന മാർഗേന മഹിമേശ ഗോ ബ്രാഹ്മണേഭ്യശുഭമുസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പോലെ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കൊന്നുമില്ല, അതിൻ്റെ ജാതി വ്യവസ്ഥകളൊന്നുമില്ല. പക്ഷേ ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഏതൊരു ഭക്തനും ക്ഷേത്രപ്രവേശനം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കമ്മിറ്റി ചോദിച്ചതുകൊണ്ട് എനിക്കൊരു സന്തോഷമേ ഉള്ളൂ, അങ്ങനെ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ ക്ഷേത്ര ചിട്ടകൾ പാലിച്ചുകൊണ്ടുള്ളതായിരിക്കണം എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ ആദ്യത്തെ പ്രതിഷ്ഠ നടത്തുന്ന ആ വർഷം തന്നെ അനുമതി കൊടുത്തിനായിരുന്നു. ഇപ്പോഴും പല ഭാഗത്തു നിന്നും മുസ്ലിംസും മറ്റു മതക്കാർ, മുസ്ലിംസ് മാത്രമല്ല മറ്റു മതക്കാർ ഇവിടെ ദർശനം നടത്താൻ വേണ്ടി വരുന്നുണ്ട്. അവരുടേതായ വഴിപാടുകൾ അവരെ കഴിവിനനുസരിച്ച് അവരുടെ പ്രാർത്ഥനക്കനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ പറശ്ശിനിക്കടവിനെ കൊണ്ട് പറഞ്ഞ പോലെ ഇത്രയും പല ജാതി മതസ്ഥരും വന്നിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല 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 അതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഇതായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് നന്നായിട്ടേ വരുള്ളൂ. അതിൻ്റെ ഒരു ദുരുദ്ദേശത്തോടു കൂടി നമ്മൾ അവിടെ പോയാലെന്താ, അവിടെ അങ്ങനെ ചെയ്താലെന്താ ഉള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കുന്ന കാര്യം തന്നെ നമ്മൾ പരസ്പര ബഹുമാനത്തോടു കൂടി ആരും പോയി കഴിഞ്ഞാൽ ഇവിടെ മറ്റു രീതിയിലുണ്ടാവില്ല. നിങ്ങളത് ഞാനും ബഹുമാനിക്കണം, എൻ്റെ നിങ്ങളും ബഹുമാനിക്കണം, എൻ്റെത് മാത്രം നല്ലത് നിങ്ങളത് മോശം എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് തർക്കങ്ങളും പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കായാലും ക്ഷേത്ര ചിട്ടകൾ പാലിച്ചുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല അവരുടെ ബുദ്ധിമുട്ട് വരുന്ന സമയത്തല്ലേ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ.
അപ്പോൾ ഒരുപാട് നന്ദി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന്. നമ്മളെ ഭാഗത്തു നിന്നും നന്ദി, സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായും. മുറിച്ചോ? വരണം. എവിടെയാ സ്വാമീൻ്റെ വീട്? അടുത്താ? ആ അതെയാ. എന്നാ പേര്? അല്ല സ്വാമീൻ്റെ പേര്? ലക്ഷ്മിയാ. എത്ര വയസ്സായി മലക്ക് പോന്ന്? പോയില്ല. ആദ്യത്തെയാ? അതെയാ. സ്വാമി ശരണം. എന്നാ പേര്? സ്വാമീൻ്റെ രോഹിണിയാ. എല്ലാവരും ആദ്യത്തെ പ്രാവശ്യമാണോ അതോ ഒരുപാട് പ്രാവശ്യം പോയി. മൂന്നാമത്തെ പ്രാവശ്യം? 14 വർഷം പോയി. സ്വാമി ഇനിയും പോകാൻ ഭഗവാൻ തന്നേക്കടുത്ത് പോകാൻ. എന്തെങ്കിലും അനുഭവം ഉണ്ടോ അവിടെ പോയ പറയാൻ? നമുക്ക് നല്ല അനുഭവമാണ്, നല്ല ദർശനമാണ്, നല്ല ദർശനം പോയി വന്നാൽ ക്ഷീണോ വരുത്തോ ഒന്നുമില്ല, നല്ല സുഖം ശരീരത്തിന്. ഭഗവാനെ കണ്ട് ഒന്നും ഇതുവരെ ജലദോഷം വരെ പിടിച്ചിട്ടില്ല. ഇത്രയും കൊല്ലം പോയി വന്നിട്ട് അത്രക്കും നല്ല. ഇനിയും പോകാൻ സാധിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. പോകണ്ടെന്ന് വിചാരിച്ചാലും സ്വാമി വിളിക്കും. പോകാൻ ഓർമ്മ കഴിയില്ല. മാലയുണ്ട് ഇനി പൈസ നിൽക്കട്ടെന്ന് വിചാരിച്ചാൽ പിന്നെയും ഇതെന്നെ മനസ്സിന് തോന്നും. അങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങളെ 3 സ്വാമിമാരെയും കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ മലക്ക് പോകുന്ന അവിടെ ശബരിമലയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ തത്വമസി. അത് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? അത് നീയാകുന്നു അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാമി തന്നെയാണ് ശരിക്കും സ്വാമി. എന്ത് സത്യം പറഞ്ഞത്. നമുക്ക് പോകാൻ ഇന്ന് പൈസ നിൽക്കട്ടില്ലത്. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടേയില്ല. മാല ഇടുന്നവർ ഉറക്കില്ല. മാല ഇടണം, പമ്പയെ കുളിക്കണം, മുങ്ങി വരണം, ഇതെല്ലാം കാണുക. അങ്ങനെ ഇട്ട് സ്വാമി എന്നിട്ട് അതെല്ലാം ഭഗവാൻ എത്തിക്കലല്ലേ. എത്രയോ കാലം പോയി വന്നാൽ നല്ല 3 കൊല്ലം പോകാൻ ഒരു രോഗം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇത്രയും കൊല്ലം മലക്ക് പോയിട്ട് നല്ല സുഖം. ഇന്നും ഭഗവാൻ അങ്ങനെ തരത്തും പ്രാർത്ഥിക്കുന്നു. ചങ്ങായിമാരെ, നമ്മൾ താറ്റോട് അമ്പലത്തിൽ നിന്നെല്ലാം വീട്ടിലെത്തി കേട്ടാ. അവിടെ പോയപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. ആദ്യം തന്നെ അമ്മയോട് നമുക്ക് ചോദിക്കാം. എന്നോട് ചോദിച്ചോണ്ട് എനക്ക് നല്ല ഇതേനു. നല്ല എന്നാ പറയണ്ടേ, ഒരു മനസ്സിനൊരു നല്ല ഒരു സന്തോഷമാണ്. എല്ലാവരും ആയിട്ടും എന്നാ പറയേണ്ടത്, നല്ലൊരു സഹകരണം. അവര് നല്ലൊരു ഇതന്നെ. എനക്ക് അവിടെ പോയി കയറുന്നിടക്ക് ഇങ്ങ് ദൂരത്ത് നോക്കുമ്പോൾ തന്നെ ഒരു ഗുരുവായൂർ പോയൊരു പ്രതീതി എൻ്റെ മനസ്സിൽ തോന്നിയത് കേട്ടാ. അത് നമ്മളെ മേൽശാന്തി പിന്നെ പറയുകയും ചെയ്തത്. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. അതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആരോടും. നല്ലൊരു അന്തരീക്ഷം. അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി നമ്മളെ ശരിക്കും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ നമ്പൂരിയും ഗുരുസ്വാമി എല്ലാം പറഞ്ഞില്ലേ, അവർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അത് നമ്മൾ കണ്ട് ഒരുപാട് അത്രയും നല്ല ഭക്തജനങ്ങൾ ഒരുപാട് വന്ന് തൊഴാനും പൂജ ചെയ്യാനുള്ളതായിട്ട് പല കാര്യങ്ങൾ സമർപ്പിക്കാനുള്ളതായിട്ട് വരുന്നുണ്ട്. അവിടുത്തെ ഒരു ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണ്. അത് നിങ്ങൾ പോയി കണ്ടാലേ പറയാൻ പറ്റൂ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയും നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം.
ഇനിയും ഒരുപാട് അമ്പലങ്ങൾ നമ്മളെ നാട്ടിലുണ്ട്, അവിടെയൊക്കെ പോകണം. വേറെ നമുക്ക് പറയാം. അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.